തുളസിവനവും കാലിയാർ മലയും താണ്ടി കാളകൾക്കൊപ്പം അരിയുമായെത്തുന്ന കുടകർ. 100ഓളം ഗ്രാമങ്ങളിലെ നെയ്യമൃത് മഠങ്ങളിൽ നിന്നെത്തുന്ന നെയ്യമൃതുകാർ. കാഴ്ചക്കുലകളുമായി നഗ്നപാതരായി വയൽ വരമ്പുകൾ താണ്ടിയെത്തുന്ന ചൂളിയാട് വാസികളുടെ ഓമനക്കാഴ്ച. ദേശക്കാഴ്ചകൾ, ഊട്ടുചന്തകൾ. അങ്ങനെ പയ്യാവൂർ ഊട്ടുത്സവത്തിൻ്റെ വൈവിധ്യങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഒരു ജനതയാകെ നെഞ്ചേറ്റുന്ന മഹോത്സവം. അതാണ് പയ്യാവൂരിലെ കിരാതമൂർത്തിയുടെ ഊട്ടുമഹോത്സവം. ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയവുമാണ് പയ്യാവൂർ ശിവക്ഷേത്രം. കുടകരും പ്രദേശവാസികളും ഒരുപോലെ ആഘോഷിക്കുന്ന മഹോത്സവം. പയ്യാവൂരിൽ നിന്നും കോമരത്തച്ഛൻ കൊടും വനത്തിലൂടെ കിരാതമൂർത്തിയുടെ വാളുമായി കുടകിലെത്തി കുടകരെ ഉത്സവത്തിന് ക്ഷണിക്കുന്നു. കുടകർ കാളപ്പുറത്ത് അരിയുമായി പയ്യാവൂരിലെത്തുന്നതോടെയാണ് ഉത്സവ ചടങ്ങുകൾ തുടങ്ങുന്നത്. കുംഭസംക്രമ നാളിൽ തുടങ്ങി 13 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പയ്യാവൂരിലെ ഊട്ടുമഹോത്സവം. പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിന് നിവേദ്യത്തിനും തിരുവത്താഴത്തിനും ഊട്ടിനുമായുള്ള അരിയുമായി കുടക് നിവാസികൾ പയ്യാവൂരിലെത്തി. ഊട്ട് നടത്തിപ്പിനുള്ള വിഭവങ്ങൾ മുടക്കം കൂടാതെ ലഭ്യമാക്കുന്നതിന് സാക്ഷാൽ കിരാതമൂർത്തിയായ ശ്രീ മഹേശ്വരൻ നേരിട്ട് കുടകിലെത്തി എന്നാണ് വിശ്വാസം. കുടകിലെ 2 പ്രമാണികളായ മുണ്ടയോടൻ തറവാട്ടുകാരുടെയും ബഹൂര്യൻ തറവാട്ടുകാരുടെയും അടുക്കലാണ് കടിയത്തുനാട് എന്ന താഴ്വര പ്രദേശത്ത് കിരാതമൂർത്തി എത്തിയത്. കുടകുമലയിൽ കിരാതമൂർത്തിയുടെ ദിവ്യദർശനം ആദ്യമായി ലഭിച്ചയാൾ 200 സേർ അരിയും രണ്ടാമത്തെ ആൾ 100 സേർ അരിയും എത്തിക്കണമെന്നായിരുന്നു ദേവഹിതം. ദേവൻ്റെ അരുളപ്പാട് ശിരസാവഹിച്ചുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്ത ഇരുവരും ദേവാജ്ഞകൾ തങ്ങളുടെ കുലം നിലനിൽക്കുന്നിടത്തോളം നിർവഹിക്കാമെന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങൾ തൊട്ടുവണങ്ങി ഉറപ്പു നൽകി. ആ വർഷം മുതൽ അവർ നിവേദ്യത്തിനും തിരുവത്താഴത്തിനും ഊട്ടിനുമായുള്ള അരിയും കാളപ്പുറത്ത് കയറ്റി കുടകിൽ നിന്നും പയ്യാവൂർ ക്ഷേത്രത്തിലെത്തിക്കാൻ തുടങ്ങി. അത് ഇന്നും തനിമ ചോരാതെ തുടരുന്നു. സംക്രമത്തിന് തലേന്നാളാണ് കുടകർ അരിയുമായി എത്തുന്നത്. വിശേഷപ്പെട്ട അലങ്കാരങ്ങളോടെ അണിയിച്ചൊരുക്കിയ കാളകളുടെ ഇരുപുറങ്ങളിലും തൂക്കിയിടുന്ന വലിയ സഞ്ചികളിൽ അരി നിറച്ച് ചുമന്നു കൊണ്ടുവരുന്നു. അരി താഴത്തെ അമ്പലത്തിൽ സമർപ്പിക്കുന്നു. പുതിയോടൻ മണിയാണിയുടെയും മൂന്നാനച്ഛൻ്റെയും കോമരത്തച്ഛൻ്റെയും മറ്റ് സ്ഥാനികരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ശുഭമുഹൂർത്തത്തിൽ അരിയളവ് നടക്കുന്നു. തിരുവത്താഴത്തിന് അരി അളന്നതോടെ ഉത്സവാഘോഷ ചടങ്ങുകളും തുടങ്ങി. കുടകിൽ നിന്ന് അരിയുമായി എത്തിയ തറവാട്ടുകാരെയും കാളകളെയും ക്ഷേത്രസ്ഥാനികരും കോമരത്തച്ഛനും ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. അരിവരവിന് ശേഷം പഴശ്ശി ഭഗവതിയെ പഴശ്ശിക്കാവിലേക്ക് ആവാഹിച്ചു കൊണ്ടുപോകൽ എന്ന ചടങ്ങ് നടന്നു. സംക്രമനാളിൽ ഉച്ചയ്ക്ക് പഴശ്ശി ഭഗവതിയെ പഴശ്ശിക്കരിക്കാവിലേക്ക് ആവാഹിച്ച് കൊണ്ടുപോയി തളക്കുന്ന ഗൂഢകർമ്മമാണിത്. എത്രയും മാറ്റമുണ്ട്.
14 പാട്ടും 12 ഊട്ടും നടക്കുന്ന കിരാതമൂർത്തിയുടെ സന്നിധിയിൽ 14 നാട്ടിന് ആധാരമായി മഹാജനങ്ങൾ വന്നുചേരും. അതുകൊണ്ട് സ്ഥാനത്തെഴുന്നള്ളി ആധിപത്യം നേടിയ പൊന്മകളായ പഴശ്ശി ഭഗവതിയെ ഉത്സവകാലത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പയ്യാവൂരപ്പൻ കരുതിയത്രേ. പഴശ്ശി ഭഗവതി ചോരയും നീരും കൂവിത്തെളിഞ്ഞ കോഴിയെയും കണ്ടാൽ ഉഗ്രരൂപിണിയായ ദേവിയായി മാറുന്നതുകൊണ്ട് ഊട്ടുത്സവ ചടങ്ങുകൾക്ക് തടസ്സം വരുമെന്ന് മനസ്സിലാക്കിയ പയ്യന്നൂർ പെരുമാൾ അച്ഛൻ കിരാതമൂർത്തിയുടെ അനുവാദത്തോടെ ശ്രീ പഴശ്ശി ഭഗവതിയെ പഴശ്ശിക്കടവിൽ വെള്ളിച്ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നതാണ് ചടങ്ങിൻ്റെ ഇതിവൃത്തം. ഊട്ടുത്സവത്തിന് സമാപനം കുറിക്കുന്ന കുംഭം 13 പഴശ്ശി ഭഗവതിയെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് പഴശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ കോലം കെട്ടിയാടിക്കുന്നു. ജന്മാവകാശിയായ പടിഞ്ഞാറേപ്പുരക്കാരൻ പെരുവണ്ണാൻ കലശം കഴിച്ച് വിളിച്ചു ചൊല്ലി പഴശ്ശിക്കാവിലേക്ക് ആവാഹിച്ചു കൊണ്ടുപോയി പാലുള്ള മരത്തിൽ ബന്ധിക്കുന്ന ചടങ്ങാണ് ചൊവ്വാഴ്ച നടന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,